നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പാസ്പോർട്ടും വേണ്ട, ബോർഡിംഗ് പാസും വേണ്ട, ദുബായ് വിമാനത്താവളത്തിൽ യാത്ര ഇത്ര എളുപ്പമോ? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉന്നത നിലവാരത്തോടുകൂടിയുള്ള സേവനങ്ങളാണ് യാത്രക്കാർക്ക് നൽകുന്നത്. ദുബായ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് പാസ്പോർട്ടോ ബോർഡിംഗ് പാസോ ആവശ്യമില്ലാതെയുള്ള ഏറ്റവും പുതിയ ബയോമെട്രിക് സംവിധാനം നടപ്പാക്കി തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുകയാണ്. ടെർമിനൽ 3-ലാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 2021 ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ മുഖം രേഖയാക്കി യാത്ര ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്നത്. ഏറ്റവും പുതിയ ബയോമെട്രിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുഖവും കണ്ണുകളിലെ ഐറിസും പരിശോധന നടത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളൊന്നും ഹാജരാക്കാതെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സ്മാർട്ട് ഗേറ്റിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള യാത്രക്കാർക്കാണ് ഇത് പ്രയോജനപ്പെടുത്താനാവുക. സ്മാർട്ട് ഗേറ്റിലെ പച്ച നിറത്തിലേക്ക് യാത്രക്കാർ നോക്കിയാൽ മുഖവും ഐറിസും സ്കാൻ ചെയ്താണ് യാത്രാ നടപടികൾ പൂർത്തിയാക്കുക. മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളോ തൊപ്പിയോ മറ്റ് വസ്തുക്കളോ പാടില്ലെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സേവനം സൗജന്യമാണ്. സ്വദേശികൾക്കും GCC പൗരന്മാർക്കും വിദേശികൾക്കും സേവനം പ്രയോജനപ്പെടുത്താം. എന്നാൽ വീൽ ചെയർ ഉപയോഗിക്കുന്നവർ, കുട്ടികളുമൊത്ത് യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾ, 15 വയസ്സിൽ താഴെയുള്ളവർ എന്നിവരെല്ലാം ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തി നടപടികൾ പൂർത്തിയാക്കണം. എന്നാൽ സുരക്ഷാ പരിശോധനയിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോവുകയാണ് ദുബായ് കസ്റ്റംസ്. കഴിഞ്ഞ വർഷം ദുബായ് കസ്റ്റംസ് വിഭാഗം 4.7 കോടി യാത്രാ ബാഗുകൾ പരിശോധിച്ചതായി പാസഞ്ചർ ഓപ്പറേഷൻ വകുപ്പ് വെളിപ്പെടുത്തി. പ്രതിദിനം ശരാശരി 1,11,500 ബാഗുകളാണ് പരിശോധിച്ചത്. ദുബായ് കസ്റ്റംസ് ഡയറക്ടർ ജനറലും പോർട്സ് സിഇഒയും കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺ കോർപ്പറേഷൻ സിഇഒയുമായ അഹമ്മദ് മെഹബൂബ് മുസാബിഹിന്റെ നേതൃത്വത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നടത്തിയ പരിശോധനയിലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. എമിറേറ്റിലെ വിവിധ വിമാനത്താവളങ്ങളിലായി 4 കോടി ബാഗുകളും തുറമുഖങ്ങളിൽ എത്തിയ വിനോദസഞ്ചാരികളുടെ 6,96,000 ബാഗുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ടെർമിനൽ 1-ൽ കസ്റ്റംസ് പരിശോധനയ്ക്കും യാത്രക്കാരുടെ സൗകര്യത്തിനുമായി ഒരുക്കിയ സംവിധാനങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉന്നത നിലവാരത്തോടുകൂടിയുള്ള സേവനങ്ങൾ നൽകുകയെന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം 97.4% ഉപഭോക്താക്കളും കസ്റ്റംസ് സേവനങ്ങളിൽ സംതൃപ്തരാണെന്നുള്ളത് സുപ്രധാന നേട്ടമാണ്. നിരോധിത വസ്തുക്കൾ രാജ്യത്തേക്ക് കടത്തുന്നതിനെതിരെ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.